ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മുടെ സ്കൂൾ തുറക്കാറായി. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങേണ്ട സമയമായി. അവധിയും വെക്കേഷനും ഒക്കെ കഴിയുന്നു അല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ബയോളജിയിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ പറയുന്ന അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്ലാസ് കാണുക. കാണാനായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഉന്നത പാർട്ടിൻ്റെ ക്ലാസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ, ഈ രണ്ടാമത്തെ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ എന്തൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്? ഇപ്പോൾ കൃഷി എന്താണെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു. അത് നമ്മൾ അവസാനം ഫെർട്ടിലൈസേഴ്സ് വരെ പറഞ്ഞാണ് നിർത്തിയത്. നമ്മൾ ഇനി നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കടാ, നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മൾ ആഹാരത്തിനകത്ത് ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല പ്രധാനപ്പെട്ട ഘടകങ്ങൾ, പ്രോട്ടീൻസ്, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം, അയൺ, കരോട്ടിൻ, അതുപോലെ തന്നെ വൈറ്റമിൻ സി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന എവിടുന്നാണ്? ഈ പറയുന്ന പച്ചക്കറികളിൽ നിന്നാണ്. പ്രധാനമായിട്ട് എല്ലാം പച്ചക്കറിയിൽ നിന്നല്ല, പ്രോട്ടീനൊക്കെ നമുക്ക് അല്ലാതെ മാംസം കഴിക്കുമ്പോഴും കിട്ടുമെങ്കിലും പച്ചക്കറിയിൽ നിന്ന് നമുക്ക് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസും കിട്ടും. അതിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആഹാരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ഉൾപ്പെടുത്തിയാലേ നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുകയുള്ളൂ, എന്നാലേ വളരാൻ പറ്റുള്ളൂ അല്ലേ? വളരണ്ടേ, വളർന്ന് വലിയ ആൾക്കാരാവണ്ടേ? അപ്പോൾ അതിന് നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഴിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഗ്രികൾച്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പല സാധനങ്ങളും അല്ലേ, നോക്കിയേ. ഇപ്പോൾ കറി ലീവ്സ് ആയാലും, ഡ്രം സ്റ്റിക്ക്, സ്വീറ്റ് അമരാന്തസ്, ക്യാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ എന്നുള്ള പല വെജിറ്റബിൾസും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ചീര എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആഹാരത്തിനകത്ത് നമ്മുടെ ചുറ്റുപാടും അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, കാരണം നമ്മളുടെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് എപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ആരോഗ്യം കിട്ടാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുന്നു. വിദേശത്തു നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതലായിട്ട്. കാരണം എപ്പോഴും ചെടികൾ വളരുന്നത് ആ പ്രദേശത്തിനനുസരിച്ചാണ്. നമ്മളത് ദൈവം ചെയ്യുന്നതാണെന്ന് പറയാം, അല്ലെങ്കിൽ ശാസ്ത്രമാണെന്ന് പറയാം, എന്തോ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ വീടിനടുത്തുള്ള, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഒന്ന് നിങ്ങൾക്കറിയാം അല്ലെ, ഈ നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും നമ്മൾ കഷ്ടപ്പെട്ട് നട്ട് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പെസ്റ്റിസൈഡുകൾ അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്തോളും, നല്ല രീതിയിൽ വളർന്നോളും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ അത്രയേ ഉള്ളൂ. ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കോട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് വരുന്നത്. ഇവിടെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. ലോക്കൽ വെറൈറ്റീസ് ആർ വെൽ സ്യൂട്ടഡ് ടു ദ ലോക്കൽ എൻവയോൺമെന്റ് സിൻസ് they have inherited resistance to pests and diseases. The use of pesticides can be minimized. By supporting local pollinators and beneficial insects, they help maintaining ecological balance. As these crops require minimal fertilizer and pesticides, cultivation cost can also be reduced. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നാട്ടിൽ കിട്ടുന്ന നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാനും കഴിക്കാനും ഒക്കെ ശ്രമിക്കണം. അതുകൊണ്ട് ഉപയോഗങ്ങളാണ്, ഒന്ന് പ്രകൃതിക്ക് ഉപയോഗമാണ്, മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ വിഷാംശമൊക്കെ ഉള്ള ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ വെറുതെ എന്തിനാ അടിച്ചു കയറ്റുന്നു? അതിനാവശ്യവും ഇല്ല. മാത്രമല്ല, കൃഷി ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നമ്മളിവിടെ അതിനെപ്പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന ആളാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് മുടക്കേണ്ട കാശും കുറവാണ്. അധികം പെസ്റ്റിസൈഡ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. സോ നമ്മുടെ വീട്ടിലെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ അല്ലെങ്കിൽ സ്കൂളിലെ കൃഷിയിടങ്ങളിലോ ഒക്കെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. അപ്പോൾ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നല്ല ഈ പറയുന്നത്, നമ്മളെപ്പോഴും ഒരു കൃഷിയുടെ ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത് വിളവെടുക്കുമ്പോഴാണ്. പക്ഷെ നല്ല വിളവ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നടുന്നതും അത്ര നല്ല രീതിയിലുള്ള തൈ ആയിരിക്കാം, അല്ലെങ്കിൽ വിത്തായിരിക്കും അല്ലേ? വിത്തിൻ്റെ ഗുണം എന്താണോ അതായിരിക്കും ചെടിയിൽ പ്രകടമാകുന്നത്. നല്ല വിത്താണ്, നല്ല ഹൈ ക്വാളിറ്റിയാണ് സാധനമെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഹൈ ക്വാളിറ്റി ആയിരിക്കും. പല രീതിയിൽ നമുക്ക് ചെടികൾ എന്ത് ചെയ്യാൻ പറ്റും? നടാനായിട്ട് പറ്റും. അപ്പോൾ പ്ലാന്റിംഗ് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല ഈൽഡ് കിട്ടാൻ നമ്മൾ എപ്പോഴും ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഒപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നടാൻ പറ്റുന്നത്? ഒന്ന്, സീഡ് നടുക എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നടുന്ന സീഡുകളെല്ലാം ഹൈ ക്വാളിറ്റി ആണോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൽ മാറ്റം വരുത്താൻ പറ്റും.
നിങ്ങൾ ഈ പറയുന്ന സാധാരണ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ്. മുന്നത്തെ വർഷം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ എന്താ ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പീസ് മുറിച്ചെടുത്ത് മറ്റൊരു ചെടിയിൽ വെച്ച് കെട്ടും അല്ലേ? ഒന്നിൻ്റെ റൂട്ടായിരിക്കും, മറ്റൊന്നിൻ്റെ ഷൂട്ടായിരിക്കും. അത് വളർന്ന് ചെടിയായിട്ട് മാറും, പെട്ടെന്ന് കായ്ക്കും. ബഡ്ഡിങ് എന്ന് വെച്ചാൽ എന്താ? ഒരു ബഡ്, വേറൊരു വെറൈറ്റി ബഡ് എടുത്തിട്ട് നമ്മളൊരു ചെടിയിൽ വച്ച് പിടിപ്പിച്ചു കൊടുക്കും. ബഡ് പെട്ടെന്ന് വളർന്ന് വരും. ലെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന ഒന്നുകിൽ ഒരു കഷ്ണം ഒരു ചെടിയുടെ ഒരു വള്ളി എടുത്ത് മണ്ണിൽ കുഴിച്ചു വെച്ചാൽ മതി, അവിടുന്ന് വേര് വരും. അപ്പോൾ അതിനെ മുറിച്ച് നമുക്ക് മറ്റൊന്നാക്കി നടാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 3 കേസിലും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടണമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും കിട്ടും. സാധാരണ ഒരു വിത്തെടുത്ത് നടുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും. ഒന്നിലധികം ഗുണങ്ങൾ നമുക്കൊരു ചെടിയിൽ കൊണ്ടുവരാനും പറ്റും. എന്നാൽ ആധുനിക രീതിയിൽ നമ്മൾ ഇതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. GM ക്രോപ്സ് അഥവാ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ടിഷ്യൂ കൾച്ചർ, അതുപോലെ ഹൈബ്രിഡൈസേഷൻ. ഈ വഴികളിലൂടെ, അത് പ്രത്യേകിച്ച് ഹൈബ്രിഡൈസേഷൻ വരുന്നില്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിലും GM-ലൂടെയും നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പരിപാടികൾ നമുക്ക് നോക്കിയാലും ഓക്കെ. ഹൈ ഈൽഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എപ്പോഴും നമുക്ക് എന്താണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ നടുന്ന രീതികളിൽ നിന്ന് മാറ്റം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന മെത്തേഡുകളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം ഓഫ് വൺ പ്ലാന്റ് ഈസ് ജോയിൻഡ് വിത്ത് ദ റൂട്ട് സിസ്റ്റം ഓഫ് അനദർ പ്ലാന്റ് അല്ലേ? ഒരു ചെടിയുടെ സ്റ്റെമ്മിനെ എടുത്തിട്ട് മറ്റൊരു ചെടിയുടെ റൂട്ട് സിസ്റ്റത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ ഇതൊരു ചെടിയായിട്ട് വളരും. അപ്പോൾ ഈ പറഞ്ഞ ചെടിയുടെ എന്തായിരിക്കും? നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഗുണം കിട്ടും അല്ലേ? 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഒരു ചെടിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അടുത്ത ബഡ്ഡിങ് ആണെങ്കിലോ, ബഡ് എന്ന് വെച്ചാൽ മുള അല്ലെ? മുളച്ചു വരുന്ന സാധനം. എ ബഡ് ഓഫ് വൺ പ്ലാന്റ് ഈസ് ഫിക്സ്ഡ് ഓൺ അനദർ പ്ലാന്റ്. ഒരു ചെടിയുടെ ബഡ് എടുത്ത് നമുക്ക് മറ്റൊന്നിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. അതൊരു പുതിയ ഷൂട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റെമ്മായിട്ട് വളരും. നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതായത് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടി ഒപ്പിച്ചെടുക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റും. 3ാമത്തെ മെത്തേഡാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ഒരു ബ്രാഞ്ചിന് നമ്മൾ മണ്ണിലേക്ക് കവർ ചെയ്ത് വയ്ക്കുമ്പോൾ അവിടെ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ മുറിച്ചെടുത്ത് നമുക്ക് മറ്റൊരു ചെടിയാക്കി മാറ്റാൻ പറ്റും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം. എന്നാൽ അതിൽ പുതുമയായിട്ട് വന്നിരിക്കുന്ന 2 ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സും ടിഷ്യൂ കൾച്ചർ. അതിലാദ്യം വരുന്നതാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. GM എന്ന് വെച്ചാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നാണ്. അതായത് നമുക്കറിയാം ഒരു ചെടി എങ്ങനെ വളരണം, ഒരു മനുഷ്യൻ എങ്ങനെയാകണം, ഒരു മൃഗം എങ്ങനെ ആകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ DNA എന്ന് പറയുന്ന ഒരു കാര്യമാണ്. DNA-യുടെ ഒരു ചെറിയ സെഗ്മെന്റിനെ നമ്മൾ ജീൻ എന്ന് വിളിക്കും. നമ്മുടെ ജെനറ്റിക് എഞ്ചിനീയർമാർക്ക് ഈ പറയുന്ന ജീനിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ആവശ്യമുള്ള ഗുണം ഈ പറയുന്ന ചെടികളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ജെനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പോകുമ്പോൾ വിശദമായിട്ട് ഇത് വീണ്ടും പഠിക്കും. ഓക്കെ. അങ്ങനെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും പെസ്റ്റ് റെസിസ്റ്റന്റ് അറ്റാക്ക് ചെയ്യാനായിട്ട്, അതായത് ഈ പറഞ്ഞ കീടങ്ങളെ അകറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റമിൻസിന്റെ അളവ് കൂടുതലുള്ളതായിട്ടൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു ചെടിയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. BT ബ്രിഞ്ചാൾ, BT കോട്ടൺ. BT എന്ന് വെച്ചാൽ ബാസിലസ് തുലിഞ്ചിൻസിസ് എന്ന് പറയും. അതൊന്നും കേട്ട് പേടിക്കേണ്ട, അത് വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കും. നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഒരു വിത്ത് അത് വളർന്ന് എങ്ങനെ ഒരു ചെടിയാകണമെന്നുള്ളതൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഏതിനകത്ത്? എല്ലാ സെല്ലുകളുടെയും ന്യൂക്ലിയസിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചേക്കുന്നത് ജീനിലാണെന്ന് വിചാരിക്കുക. ആ ജീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിട്ട് പുതിയ ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റും. പറയുമ്പോൾ ഇങ്ങനെ തന്നെ നടക്കുന്നത്, പക്ഷേ അത് വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ ചെയ്യും എഞ്ചിനീയർമാർ, ജെനറ്റിക് എഞ്ചിനീയർമാർ. അതാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം? പ്ലാന്റ് ഹൂസ് ജീൻസ് ആർ ചേഞ്ച്ഡ് യൂസിങ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയ ട്രൈറ്റുകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ നമുക്ക് ചെടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പെസ്റ്റുകളെ അകറ്റി നിർത്തുന്ന കോട്ടൺ, ഹെർബിസൈഡുകളെ റെസിസ്റ്റ് ചെയ്യുന്ന സോയാബീൻസ്, വൈറ്റമിൻ എയുടെ കണ്ടന്റ് കൂടിയ അരി അഥവാ ഗോൾഡൻ റൈസ് ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയി തന്നെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന മറ്റൊന്നാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം സെല്ലുകൾ ചേർന്നാണ് ടിഷ്യൂ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ളൊരു ചെടി എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ നമ്മൾ എടുക്കും. എന്നിട്ട് ആ ടിഷ്യൂവിനെ നമ്മൾ പ്രത്യേക ഒരു എൻവയോൺമെന്റിൽ വളർത്തിയെടുത്തിട്ട് പെട്ടെന്ന്, അതായത് സാധാരണ ഒരു ചെടി വളർന്നു വരുന്നേക്കാൾ വേഗത്തിൽ ചെടിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് കൊടുത്തതിനെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ചെടിയുടെ ടിഷ്യൂ ആണോ എടുക്കുന്നത് അതിന് എക്സാക്ട്ലി അതുപോലെ ഇരിക്കുന്ന ഈ പറയുന്ന ഐഡന്റിക്കലായ ചെടി നമുക്ക് അവിടെ നിന്ന് കിട്ടാനായിട്ട് പറ്റും. പക്ഷേ അത് പ്രത്യേക രീതിയിൽ ചെയ്തെടുക്കേണ്ടതാണ്, ലാബുകളിൽ ചെയ്തെടുക്കുന്നത്. ഇതിനാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് ചെടികൾ ഒരേ സമയം വികസിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഹാവിങ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. അതായത് പാരന്റിന്റെ
അതേ ഗുണങ്ങളുള്ള ഒരുപാട് ഓഫ് സ്പ്രിങ്സിൽ നമുക്ക് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈ ഈൽഡ് ആയിട്ടുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പല മെത്തേഡുകളുണ്ട്. ബഡ്ഡിംഗ് ഉണ്ട്, ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വരുന്നതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകളും ടിഷ്യൂ കൾച്ചറും എന്ന് പറയുന്നത്. ഇവിടെ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ലെയറിങ്ങും നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുന്നത് ഈ പറയുന്ന മറ്റ് മെത്തേഡുകളെ പറ്റിയിട്ടാണ്. ഇത് നമ്മൾ വിശദമായിട്ട് നോട്ട് വെച്ച് പഠിച്ചു. ഈ നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്താണെന്നറിയാവോ? ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന് ഗുണങ്ങളുണ്ടെങ്കിലും അതിന് ചില ഡിസഡ്വാൻറ്റേജസും, അതായത് ഇത് നമ്മുടെ ഇക്കോളജിക്കൽ ബാലൻസിന് ചില സമയത്ത് തെറ്റിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഇത് കഴിക്കുന്നത് മനുഷ്യരിലും മറ്റുള്ള മൃഗങ്ങളിലും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉപയോഗത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ചെറിയ തർക്കം നടക്കുന്ന ഒരു സാധനമാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിലുള്ള നമ്മുടെ മാർക്കറ്റിൽ വരുന്ന പുതിയ പലതരം ഫ്രൂട്ട്സുകളും അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പലതരം വെറൈറ്റികളും ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കൃഷിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തീർന്നു. ഇനി കുറച്ച് ടോപ്പിക്കും കൂടെ ഉണ്ട്. ഒന്ന്, യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ. നമുക്ക് കൃഷി ചെയ്യണം. അപ്പം നമ്മൾ കൃഷി ചെയ്യാനായിട്ടുള്ള ഓരോ കാര്യങ്ങളും പഠിച്ചു വന്നു. വളത്തെ പറ്റി പഠിച്ചു, ഫെർട്ടിലൈസേഴ്സിനെ പറ്റി പഠിച്ചു, എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നടിയിൽ വസ്തു തിരഞ്ഞെടുക്കേണ്ടതെന്ന് പഠിച്ചു. അടുത്ത് വേണ്ട ഒരു സാധനം എന്താ? വെള്ളം. പക്ഷേ ഈ വെള്ളം എപ്പോഴും ഒരുപോലെ ആയിരിക്കും? ഇല്ല. ഇവിടെ പറയുന്ന നോക്കി, ഈ പറയുന്ന കർഷകൻ എന്ത് ചെയ്തു? കൃഷി ചെയ്യുന്നത് നിർത്തി. എന്തുകൊണ്ടാ? ചിലപ്പോൾ മഴ, അല്ലേ? ഈ കർഷകൻ എന്ത് ചെയ്തു? കൃഷി ചെയ്യുന്നത് നിർത്തി. എന്തുകൊണ്ടാ? ചിലപ്പോൾ മഴ, ചിലപ്പോഴാണെങ്കിലോ വരൾച്ച. അപ്പോൾ ഒരു കാലാവസ്ഥ എപ്പോഴും ഒരുപോലെയല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കും? അതായത് വെള്ളത്തിൻ്റെ ലഭ്യത കുറവിനെ എങ്ങനെ നമുക്ക് സെറ്റാക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എന്തൊക്കെ ചെയ്യാം? മഴവെള്ളം നമുക്ക് സംഭരിച്ചു വയ്ക്കാം, അല്ലേ? എന്നാൽ നൂതനമായ പല മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളിൽ ഒന്നാമതായിട്ടാണ് ഗ്രീൻ ഹൗസ്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പോളിത്തീൻ ഷീറ്റുകൾ നമ്മളിങ്ങനെ വിരിച്ച് ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ചെടി നടും. നിങ്ങളിത് എവിടെ കണ്ടിട്ടുണ്ട്? ചെടി നഴ്സറികളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കിത് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഈ പറയുന്ന പോളി ഹൗസുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോളിത്തീൻ ഹൗസുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രകൃതിയെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ മഴയെ ഡയറക്റ്റായിട്ട് ആശ്രയിക്കുന്നുള്ളൂ. നമ്മൾ ചെടിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ത് ചെയ്യും? ചെടിയിലേക്ക് കൊണ്ടെത്തിക്കും. ചെടി നഴ്സറി എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? നഴ്സറി എന്താ? നിങ്ങളെ കൊച്ചിലെ വളർത്തിയെടുക്കുന്ന പഠിപ്പിച്ചെടുക്കുന്ന സ്ഥലമല്ലേ? അതുപോലെ ചെടിയും നമ്മളൊരു നിയന്ത്രിത എൻവയോൺമെന്റിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ് നേരത്തെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയാൻ വിട്ടുപോയി. വേറൊന്നുമില്ല, ഒരു പൂമ്പൊടിയെടുത്ത് മറ്റൊരു പൂവിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് രണ്ട് ചെടികളെ പരസ്പരം പരാഗണം നടത്തി അതിൽ നിന്നും ഓസ്പ്രിങ്സ് എടുക്കുന്ന പരിപാടിയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള ട്രൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും ലക്ഷ്യം എന്ന് പറയും. അപ്പോൾ നോക്കാം, നമുക്ക് വെള്ളത്തിലോട്ട് വരാം. വെള്ളം യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചോദ്യം നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ സജഷൻസ് യു പുട്ട് ഫോർവേഡ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് വാട്ടർ? വെള്ളത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? പല മെത്തേഡുകളുണ്ട്. അതിൽ നമുക്കൊന്ന് പറയാൻ പറ്റുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടി വിയിൽ, ഡ്രിപ്പ് ഇറിഗേഷൻ, മഴവെള്ള സംഭരണികൾ, അതുപോലെ തന്നെ മറ്റ് ഡ്രൈനേജ് മെത്തേഡുകൾ. ഓരോന്നായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകും. അതിലാദ്യം വരുന്നതാണ് എന്ത്? ഗ്രീൻ ഹൗസ്. അപ്പോൾ എന്താ ഗ്രീൻ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ പറയും ഗ്രീൻ ഹൗസ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാസ്റ്റിക്കിൽ അല്ലെങ്കിൽ പോളിത്തീനിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ടാക്കിയിട്ട് അത് ചെടിയെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും കാറ്റിൽ നിന്നും ഡസ്റ്റിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അതുകൊണ്ട് നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ചെടികളെ ഒരുപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതാണ് ഗ്രീൻ ഹൗസ്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസിൽ എന്താണ്? ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ഷീറ്റ് ഓഫ് പ്ലാസ്റ്റിക്, നൈലോൺ, പോളിത്തീൻ. പെസ്റ്റ് അറ്റാക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഇത് കണ്ടോ? ഡ്രിപ്പ് കണ്ടോ? അതായത് നമ്മൾ ഡ്രിപ്പ് മരുന്ന് ആശുപത്രി കൊടുക്കുന്ന കണ്ടില്ല? ഒരു വലിയ കുപ്പിയിൽ നിന്ന് നൂല് പോലെ ഈ പറഞ്ഞ വയർ വന്നിട്ട് ചെറിയ ചെറിയ തുള്ളിയായിട്ട് നമുക്ക് മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരും. അതുപോലെ നമുക്ക് തുള്ളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെടികളുടെ കറക്റ്റ് ഈ പറയുന്ന അതിൻ്റെ താഴേക്ക് നമുക്ക് വെള്ളത്തിന് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെള്ളത്തിൻ്റെ വേസ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും, അല്ലേ? പണ്ട് വയലൊക്കെ നിറച്ചുണ്ടായിരുന്നപ്പോഴാണ് നമുക്ക് വെള്ളം വാരിക്കൂരി ചെടിയുടെ മൂട്ടിലേക്ക് ഒഴിക്കാൻ പറ്റുന്നത്. ഇന്ന് വെള്ളം അത്രയ്ക്കില്ല. അപ്പോൾ ചെടിക്ക് എത്ര വെള്ളമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ചുവട്ടിലായിട്ട് തുള്ളിയായിട്ട് നമ്മൾ കൊടുക്കുന്ന പരിപാടിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെടിയിലേക്ക്
ചെടിയുടെ റൂട്ടിലേക്ക് വെള്ളത്തിന് തുള്ളി തുള്ളിയായിട്ട് കൊണ്ടെത്തിക്കും. ലോസ് ഓഫ് വാട്ടർ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് വെള്ളത്തിന്റെ നഷ്ടം വളരെ കുറവായിരിക്കും. മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ചെടികൾക്ക് കൃത്യ അളവിൽ വെള്ളം കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ. അതായത് വാട്ടർ ഈസ് സപ്ലൈഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഡയറക്ട്ലി ടു ദ റൂട്ട് ത്രൂ പൈപ്പ് ആൻഡ് വാൽവ്, റെഡ്യൂസസ് ദ വാട്ടർ ലോസ്. ഓക്കെ, മൂന്നാമത്തെ ആണെന്ന് പറയുന്നത് വിക്ക് ഇറിഗേഷൻ. വിക്ക് എന്ന് വെച്ചാൽ തിരി എന്നൊരു മീനിങ് അല്ലേ. നമ്മൾ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് ഈ കോട്ടൺ തിരി ഉപയോഗിക്കാറില്ലേ, തിരി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഈ തിരി ഇട്ടിട്ട് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ വെള്ളം അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണ എന്ത് ചെയ്യും, ഇതിലൂടെ കയറി തുമ്പിലേക്ക് വരും. അപ്പോൾ ചെറിയൊരു അളവിൽ വരെ നമ്മൾ കത്തിക്കുമ്പോൾ അത് കുറേ നേരം ഇരുന്ന് കത്തും. സംഭവം മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങളൊരു ബക്കറ്റിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഒരു കോട്ടൺ തുണിയെടുത്ത് അതിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം പതുക്കെ ഇതിൽ വഴി കയറി ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ, കാപ്പിലാരിറ്റി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കണ്ടോ, ഈ പറഞ്ഞ ചെടികളുടെ മൂട്ടിലൂടെ ഇങ്ങനെ പൈപ്പ് പോകുന്ന കണ്ടോ, ഈ പൈപ്പിനകത്ത് തിരി പോലൊരു സാധനം ഉണ്ടോ എന്ന് ഊഹിച്ചോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ പുറത്തൂടെ കൊടുക്കുന്ന വെള്ളം ഈ വിക്ക് ഇറിഗേഷനിൽ നമുക്ക് ചെടിയുടെ കറക്റ്റ് സോയിലിനകത്തേക്ക് കൊടുക്കാൻ പറ്റും. വെള്ളത്തിന്റെ നഷ്ടം വീണ്ടും കുറയ്ക്കാനായിട്ട് പറ്റും. വാട്ടർ ചെടികളുടെ റൂട്ടിലോട്ട് കൊടുക്കുന്നു ത്രൂ കോട്ടൺ ഫിൽറ്റേഴ്സ് ഫ്രം എ വാട്ടർ സോഴ്സ്. ദിസ് ഈസ് കോൾഡ് വിക്ക് ഇറിഗേഷൻ. അപ്പൊ എന്താണ് വിക്ക് ഇറിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന വെള്ളം ചെടികളുടെ റൂട്ടിലേക്ക് കോട്ടൺ ക്ലോത്ത് അഥവാ വിക്കുകൾ ഉപയോഗിച്ച് എത്തിക്കുന്ന പരിപാടിയാണ് വിക്ക് ഇറിഗേഷൻ. മറ്റൊന്നാണ് മൾച്ചിങ് എന്ന് പറയും. മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പുതയിടുക എന്നൊക്കെയാണ് പറയുന്നത്. വേറൊന്നുമല്ല, ഈ ചെടിയിലെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ കരിയിലെയും സാധനവും ഒക്കെ എന്ത് ചെയ്യും, ചെടിയുടെ മൂട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊരു പരമ്പരാഗത ട്രഡീഷണൽ മെത്തേഡാണ്. സോയിലിനെ കവർ ചെയ്യും എന്തുപയോഗിച്ചിട്ട്, ഡ്രൈ ലീവ്സ് ഉപയോഗിച്ച്. ഈ വാഴത്തോട്ടത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാഴയുടെ ഉണങ്ങിയ ഇലയൊക്കെ ആൾക്കാർ എടുത്ത് കത്തിച്ച് കളയാതെ അതിനെ മുറിച്ച് ചെടിയുടെ വാഴയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് വെച്ചേക്കും. മരച്ചീനി തോട്ടത്തിലും ഒക്കെ നമുക്കിത് കാണാനായിട്ട് പറ്റും. എന്തിനാണ്, വെള്ളത്തിന്റെ ഈ നഷ്ടം, നമുക്ക് ഈ വെള്ളം ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കും. പക്ഷെ ചെടിക്ക് അത് അബ്സോർവ് ചെയ്തെടുക്കാനൊരു സമയം എടുക്കും. പക്ഷെ നല്ല ചൂടുള്ള കാലാവസ്ഥ ആണെങ്കിൽ എന്ത് പറ്റും, ഇത് മൊത്തം വേപ്പറായിട്ട് പോകത്തില്ലേ, നീരാവിയായിട്ട് പോകത്തില്ലേ, ഇവോപ്പറേഷൻ നടക്കത്തില്ല. അപ്പൊ ഇങ്ങനെ മൂടി വയ്ക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വൈക്കോലുകൾ നമ്മൾ കൂട്ടിയിടും. ഇവിടെ വൈക്കോലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എന്തിനാണ്, വാട്ടർ ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ഇവോപ്പറേഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ചെടിയിലേക്ക് കറക്റ്റ് വെള്ളം എത്തിക്കാൻ പറ്റും. മാത്രമല്ല ഈ കളകൾ ഉണ്ടാകുന്നത് നമുക്കിവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ വിക്ക് ഇറിഗേഷൻ. അപ്പോൾ എന്താണ്, ദ സോയിൽ ഈസ് കവേർഡ് വിത്ത് ഡ്രൈ ലീവ്സ്, ഹെയ്സ് ഓർ സിമിലർ മെറ്റീരിയൽ ദാറ്റ് വിൽ റെഡ്യൂസസ് ദ ഇവോപ്പറേഷൻ. അതുപോലെ വീട് ഗ്രോത്തിനെയും സപ്രസ് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വാട്ടർ കൺട്രോളിങ് മെത്തേഡ്സ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, പെസ്റ്റ് കൺട്രോൾ. അപ്പോൾ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീടങ്ങൾ അല്ലേ, ഇവിടെ കണ്ടോ പോഡ് ബോറർ, അതുപോലെ വരുന്ന ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, അതുപോലെ തന്നെ വരുന്നതാണ് സ്റ്റെം ബോറർ, ഇൻഫ്രിഞ്ചോ. ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞ ഓരോ ചെടികളെ, വഴുതനങ്ങയെയും ഒക്കെ ഓരോ ചെടികളെയൊക്കെ ഇല ചുരുട്ടി പുഴു എന്നൊക്കെയാണ് നമ്മളിതിനെ പറയാറ്. അപ്പോൾ ഇത് നമ്മളെ ചെടിയുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മളിതിനെ നശിപ്പിക്കണം. നശിപ്പിക്കാനായിട്ട് സാധാരണ ചെയ്യുന്ന എന്താണ്, പല മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നോക്കിയേ, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഇന്ന് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ ചെടിയിലേക്ക് കുറച്ച് പുഴുവും കാര്യമൊക്കെ നമ്മൾ സാധാരണ ആദ്യം എന്ത് ചെയ്യും, നമുക്ക് പറ്റുന്നത് കണ്ണി കാണുന്നത് നമ്മൾ എന്ത് ചെയ്യും, കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ടോ തട്ടിക്കളയും, അല്ലെങ്കിൽ അതിനെ ഞെരിച്ചങ്ങ് കൊല്ലും. ഇനി അതൊരു തോട്ടത്തിലാണ്, ഭയങ്കര ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ നമുക്ക് ജൈവമായിട്ടുള്ള അല്ലെ, നമ്മൾ ഈ പറയുന്ന വീടിനടുത്ത് കിട്ടുന്ന ജൈവമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാം. പുകയില കഷായമൊക്കെ ഉപയോഗിച്ചിട്ട് തുരത്താൻ നോക്കും. അതിനും പറ്റിയില്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് അല്ല, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കും അല്ലെ, കളനാശിനികൾ ഉപയോഗിക്കും. അപ്പോൾ കളനാശിനി ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ സംഭവമാണ്. ഇവിടെ ഒപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കിയേ, എന്താ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ IPM എന്ന് പറയും. അപ്പൊ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്താണ് IPM എന്ന് പറയുന്നത്, ഓക്കെ, ഇറ്റ് ഈസ് എ വേ ദാറ്റ് റെഡ്യൂസസ് ക്രോപ്പ് ഡാമേജ് വിത്തൗട്ട് ഹാമിങ് ദ എൻവയോൺമെന്റ് മച്ച്. എൻവയോൺമെന്റ് അഥവാ നമ്മുടെ പരിസ്ഥിതിയെ ഒന്നും മോശമായിട്ട് ബാധിക്കാത്ത രീതിയിൽ കളകളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത്
കളകളെ എന്ത് ചെയ്യുക, തുരത്തുക എന്ന് പറയുമ്പോൾ അതിനെ മൊത്തം അങ്ങ് വേരോടെ നശിപ്പിക്കുക എന്നല്ല. കാരണം ഇവർക്ക് പ്രകൃതിയിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഏത് നമുക്ക് ശത്രുവാണെങ്കിലും പ്രകൃതിയിൽ നിന്ന് നമുക്കതിനെ ഒന്നും ഇല്ലാതാക്കാൻ പറ്റത്തില്ല, വംശനാശം ഒന്നും വരുത്തിപ്പിക്കാൻ പറ്റത്തില്ല. വരുത്തിയാൽ അത് പിന്നീട് മറ്റൊരു പ്രശ്നത്തിലോട്ട് പോകും. അപ്പം അത് ഒഴിവാക്കാതെ അതിൻ്റെ മൾട്ടിപ്ലൈയിങ്ങിനെ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ പെറ്റുപരികളിനെ കൺട്രോൾ ചെയ്ത് ചെടിയെയും പ്രൊട്ടക്ട് ചെയ്യുക, എന്നാൽ പ്രകൃതിയെയും സംരക്ഷിക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രകൃതിയിൽ ഈ പറഞ്ഞ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത ഒരു പുഴുവാണെന്ന് പറഞ്ഞിട്ട് ആ പുഴുക്കളെല്ലാം തുടച്ചു നീക്കരുത്. അങ്ങനെ നീക്കിയാൽ നാളെ ഈ പറഞ്ഞ പുഴു മറ്റെന്തെങ്കിലും ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ആഹാരമായിരിക്കും. അപ്പോൾ ആ ജീവിക്ക് ആഹാരം കിട്ടാതാകും, അങ്ങനെ ആ ജീവി മരിക്കും. അങ്ങനെ ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കത്തി കാണുമല്ലോ, സോക്കറ്റി കാണുമല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം, പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കൺട്രോളാണ് ചെയ്യേണ്ടത്. എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? മെക്കാനിക്കൽ കൺട്രോൾ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നെറ്റും ട്രാപ്പും ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈ കൊണ്ടെടുത്ത് മാറ്റിക്കളയാനായിട്ട് പറ്റും, എലിയായാലും പുഴുവായാലും. ബയോളജിക്കൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്. ഒന്ന്, നമ്മളിപ്പോൾ എലി വന്നാൽ നമ്മൾ പൂച്ചയെ വളർത്തുക എന്ന് പറയുന്ന പോലത്തെ പരിപാടി. നാച്ചുറൽ എനിമികളെ കൊണ്ടുവന്ന് ഇവരെ ഇല്ലാണ്ടാക്കുക. ഇതൊരിക്കലും നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് അങ്ങ് ചെയ്യുമ്പോൾ അതിൽ ഇപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവും ഈ പ്രകൃതി സ്വന്തമായിട്ട് നടക്കുന്ന കാര്യത്തിൽ. അല്ലെങ്കിൽ റെസിസ്റ്റന്റ് വെറൈറ്റി ചെടികൾ കൊണ്ടുവരിക, അതായത് ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്ക് ചെയ്യാത്ത ചെടികൾ കൊണ്ടുവന്നാൽ നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റും. അല്ലാതെ ഏറ്റവും അവസാനത്തെ മെത്തേഡായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാവൂ. അത് ഉപയോഗിക്കുന്നത് സേഫായ രീതിയിലായിരിക്കണം. അതായത് പെസ്റ്റിസൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയായിരിക്കണം, സേഫ് ആയിട്ടായിരിക്കും എങ്കിൽ, അതായത് റെക്കമെൻഡഡ് ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് അളവിൽ നമ്മൾ അത്യാവശ്യം വളരെ സിവിയർ ആണ് പെസ്റ്റ് അറ്റാക്ക് എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ മണ്ണിനെയും ജലത്തെയും മൃഗങ്ങളെയും മനുഷ്യരെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഈ പറഞ്ഞ ആദ്യത്തെ 3 മെത്തേഡും ചെലവ് കുറവാണ്, അപ്പോൾ കോസ്റ്റ് ഓഫ് ഫാമിംഗ് കുറവായിരിക്കും. അതുപോലെ പ്രകൃതിയിൽ ആ പറയുന്ന സന്തുലിതാവസ്ഥ, എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. സോ ചെറിയ സാധനമാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ എന്താ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺട്രോളിങ് ദ പെസ്റ്റ് ഇൻ എ വേ ദാറ്റ് റെഡ്യൂസസ് ക്രോപ്പ് ഡാമേജ് വിത്തൗട്ട് ഹാമിങ് ദ എൻവയോൺമെന്റ്. ക്രോപ്പ് ഡാമേജ് കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ക്രോപ്പ് ഡാമേജ് കുറയ്ക്കുകയാണ്, പക്ഷെ പ്രകൃതിയെ മൊത്തത്തിൽ നശിപ്പിക്കുന്നതാവരുത്. അത്തരത്തിൽ നമ്മൾ പെസ്റ്റിനെ മാനേജ് ചെയ്താൽ അതിന് വിളിക്കുന്ന പേര് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ അടുത്ത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണെന്ന് നോക്കിയാലോ. കാണുമ്പോൾ തന്നെ അറിയാം, ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് ആൾക്കാർ ചെയ്യുന്നതുമാണ്. അതായത് നമുക്ക് വീട്ടിൽ കുറച്ച് കൃഷി ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മൾ 1-2 പശുക്കളെ വളർത്തും, താറാവാണെങ്കിൽ താറാവ്, കോഴിയാണെങ്കിൽ കോഴി. ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വളർത്തുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് റൈസിങ് ക്രോപ്സ് ആൻഡ് അനിമൽസ്. അനിമൽസിനകത്ത് എന്ത് വരും, മീനാകാം, കോഴിയാകാം, താറാവാകാം, കന്നുകാലികളാകാം. ഒരുമിച്ച് വളർത്തുന്ന രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് മീൻസ് റൈസിങ് ക്രോപ്സ് ആൻഡ് അനിമൽസ് ടുഗദർ. അതായത് ഒരാളുടെ വേസ്റ്റ് മറ്റൊന്നിന് ഇൻപുട്ടായിട്ട് മാറും. അങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനും പറ്റും, നല്ല ഈൽഡ് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഒന്നിലധികം വരുമാന മാർഗ്ഗം ആവുകയും ചെയ്യും. ഇതാണ് സംഭവം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ നോക്കി ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, നമ്മൾ പാഡി കൾട്ടിവേറ്റ് ചെയ്യും. ഈ പറയുന്ന നെല്ല് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നെൽപ്പാടത്തുണ്ടാകുന്ന പുഴുക്കളും മറ്റു കാര്യങ്ങളെയൊക്കെ കോഴി വന്ന് കഴിക്കും. നെല്ല് കഴിച്ചുകൊണ്ട് പോയ പണിയാണ്. അതുപോലെ നെല്ല് നമ്മൾ പാറ്റിയെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന പല വേസ്റ്റ് സാധനങ്ങളും, അതുപോലെ ഈ പറഞ്ഞ കേടായ സാധനമൊക്കെ ഈ പറഞ്ഞ കോഴിയേക്കും താറാവിനും ആഹാരമാണ്. ഇവരുടെ ഈ പറഞ്ഞ മാനുവർ അല്ലെ, കോഴിയിൽ നിന്ന് കിട്ടുന്ന കോഴിക്കാട്ടോ എന്ന് പറയുന്ന നമ്മുടെ സാധനം വളമാണ്. അത് കൃഷിക്ക് ഉപയോഗിക്കാം. ഇതേപോലെ പച്ചക്കറി തോട്ടമാണ് ഉണ്ടെങ്കിലും ഇത് പറ്റും. പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റും അതിവിടെ ഉണ്ടാകുന്ന പുഴുവിനെയൊക്കെ എന്ത് ചെയ്യും, ഇത് വന്ന് കഴിക്കും. ഇതിൻ്റെ ഈ പറഞ്ഞ മാനുവൽ വളമായിട്ട് മാറും. കന്നുകാലികളാണെങ്കിലും അത് തന്നെ. നമ്മൾ ഈ നെല്ല് വളർത്തി കഴിഞ്ഞിട്ട് നെല്ല് കൊയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഈ പറഞ്ഞ വൈക്കോലും സാധനമൊക്കെ പശുവിന് ആഹാരമാണ്. അപ്പോൾ അതിന് ആഹാരം ഫീഡ് പോകുന്നു, ചാണകം വളമാണ്. ഇതുപോലെ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളും ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൃഷി രീതികളാണ്. ഇനി പുതിയൊരു രീതിയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, സ്മാർട്ട് അല്ലെ, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കൃഷിയിൽ മാറ്റം വരും. ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നടന്ന സംഭവം വാർത്താ കട്ടിങ്ങുണ്ട്. എറണാകുളത്ത് ഒരു കൃഷിക്കാരൻ, അയാൾ ഒരു IT പ്രൊഫഷണൽ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു, കൃഷിയിലേക്ക് വന്നു. അപ്പോൾ എന്താ സ്മാർട്ട് ഫാമിംഗ് എന്ന് വെച്ചാൽ ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് ഫാമിംഗ് നടത്തുക. നിങ്ങൾക്ക് AI പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാമല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ. നമുക്കിപ്പോൾ എന്ന് വന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ChatGPT പോലെ സ്കൂൾ ടീച്ചർ അസൈൻമെന്റ് വരുമ്പോൾ എന്ത് ചെയ്യും, പോയി ChatGPT എടുത്ത് പറഞ്ഞു കൊടുക്കും അല്ലേ. ChatGPT മേക്ക് എൻ അസൈൻമെന്റ് ഓൺ ദ ടോപ്പിക് ഇൻ 5 pages എന്ന് പറഞ്ഞ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും
അടിപൊളി അസൈൻമെന്റ് തരും. അതുപോലെ കൃഷിക്കും നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ വീട്ടിലെ ചെടി ഇന്നലെ തൊട്ട് വാടി നിൽക്കുക. അപ്പോൾ ആ ചെടിയുടെ ഫോട്ടോ എടുത്തിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം തരും. ബൈ ഷെയറിംഗ് ഇമേജസ് ആൻഡ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ക്രോപ്പ് യു ക്യാൻ ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അല്ലേ? ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ നാട്ടറിവെന്നല്ലാതെ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ വരെ നമുക്ക് അറിവ് തേടാനായിട്ട് പറ്റും. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് കൃഷിയെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടെങ്കിലും അതിൻ്റെ ആദ്യ പാഠം മുതൽ നമുക്ക് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടൊക്കെ ചോദിച്ച് ചെയ്യാൻ പറ്റും. ചെയ്യാനുള്ള മനസ്സ് മാത്രം മതി. അപ്പോൾ സ്മാർട്ട് ഫാമിംഗ് വരുന്ന ഒന്നാമത്തെ കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. 2, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. നിങ്ങൾ ഈ ആമസോണിൻ്റെ അലക്സ എന്നൊക്കെ പറയുന്ന അസിസ്റ്റന്റുമാരെ പറ്റി കേട്ടിട്ടില്ലേ? അല്ലേ? സംഭവം വേറൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഇന്റർനെറ്റും അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളായിട്ടുള്ള സെൻസറുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റകൾ നടത്താനും പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ വീട്ടിലില്ല, നമുക്ക് ഇലക്ട്രോണിക്കലി സെൻസറുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്കുള്ള ജലസേചനം കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലേ? ഇപ്പോൾ മോയ്സ്ചർ സെൻസ് ചെയ്യുന്ന സെൻസറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ എപ്പോഴാണോ ഈർപ്പത്തിൻ്റെ അളവ് കുറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ട്രിഗർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പെസ്റ്റിൻ്റെ ഇൻഫെസ്റ്റേഷൻ മുതൽ പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നടത്താനായിട്ട് പറ്റും. അതിനാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതി ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. തിങ്സിനെ ഇന്റർനെറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യും. നെക്സ്റ്റ് വരുന്നു ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മണ്ണ് ഇല്ലാതെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പറ്റും. ചെടികളെ വെള്ളത്തിൽ നട്ട് ആവശ്യമായ ന്യൂട്രിയൻസ് വെള്ളത്തിലൂടെ കൊടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോ എന്ന് വെച്ചാൽ വെള്ളം. ന്യൂട്രിയൻ സൊല്യൂഷൻസ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ് the amount of nutrients is detected and provided as needed. Plant are grown in water. ഇതാണ് എന്തെന്ന് പറഞ്ഞത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താ സ്മാർട്ട് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് മോഡേൺ ടെക്നോളജി ആൻഡ് പ്രാക്ടീസസ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ. അപ്പോൾ എന്താണ്? യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് പ്രാക്ടീസസ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻ്റ് ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും. പ്രധാന ഫീച്ചേഴ്സ് ആണ് AI, ഹെൽപ്പ് ക്രോപ്പ് അനാലിസിസ് ത്രൂ ഇമേജസ് ആൻഡ് അതേഴ്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, hydroponics, plants are grown in nutrient solution without soil. അപ്പോൾ എയറോപോണിക്സ് എന്ന് വെച്ചാലോ വെള്ളത്തിന് പകരം എയർ. റൂട്ട് ഗ്രോസ് ഇൻ എയർ ആൻഡ് ഗെറ്റ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ത്രൂ സെൻസേഴ്സ്. അതായത് ഇത്രയേ ഉള്ളൂ. വാട്ടർ ന്യൂട്രിയൻസ് നമുക്ക് റൂട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവ എന്തിലായിരിക്കും? എയറിലായിരിക്കും നിൽക്കുന്നത്. അതായത് ഒരു പ്രത്യേക എൻവയോൺമെന്റ് വഴി നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞത്? നമ്മുടെ സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയും. ചാപ്റ്റർ ഏതാണ്ട് തീരാനായി. മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണേ. ഞാനൊരു സാധനം കൃഷി ചെയ്ത സാധനം എനിക്ക് മാർക്കറ്റിൽ സമയത്തിന് എത്തിച്ച് വിറ്റാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അപ്പോൾ കൃഷിയോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെപ്പോഴും നമ്മൾ സ്മാർട്ടായിട്ട് മാർക്കറ്റ് ചെയ്യണം. എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം? ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ പാടത്ത് അല്ലെങ്കിൽ എൻ്റെ കൃഷിയിടത്തിൽ ജൈവ വളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നു. ഇത് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പോൾ ഞാനൊരു പരസ്യം വയ്ക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ഫാമിലേക്ക് വരാം, ഫാമിലേക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം എന്ന് ഞാൻ പറയുമ്പോൾ അത് ആൾക്കാരോട് വിശ്വാസവും അല്ലേ? നമുക്ക് ഈ പറയുന്ന കെമിക്കൽ ഉപയോഗിക്കാത്ത സാധനങ്ങൾക്കൊക്കെ ഇന്ന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മുടെ ഫാമിൽ 24 hour സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലൊക്കെ സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി നോക്കാം. അപ്പോൾ എന്ത് പറ്റും? ആൾക്കാർക്ക് വിശ്വാസ്യത കൂടും. അപ്പോൾ ആ സാധനം വാങ്ങാൻ ആൾക്കാർ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അതുപോലെ ഇവിടെ ഉദ്ദേശിക്കുന്നത് സെൻസറുകളും ഡ്രോണുകളും ക്യാമറകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫാമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. പ്രൊഡക്ഷൻ വിസിബിൾ ടു ദ കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റി കൂടുകയും അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. അത് നമുക്ക് ഈ പറഞ്ഞ സ്മാർട്ട് ആയിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊന്നാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, GI ടാഗ് എന്ന് പറയും. എന്താ GI ടാഗ്? നിങ്ങൾ പാലക്കാടൻ മട്ട അരി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, മലബാർ കുരുമുളക്, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്താ സംഭവം? എന്തുകൊണ്ടാണ് ഇവിടേക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓരോ നാട്ടിലും ചില പ്രത്യേക ഇനം ചെടികൾ ആ നാടിൻ്റെ മാത്രം പ്രത്യേകത ആയിരിക്കും. അതിന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയും. എന്താണ് അപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ഗ്രാൻഡ്, അത് നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്നതാണ് based on a unique characteristic of the geographical area where the product is cultivated. അത് ആ നാടിന് മാത്രമായിട്ടുള്ളൊരു സംഭവമാണ്. റിസൾട്ടിങ് ഇൻ
ഡിസ്റ്റിങ് ഡിഫറൻസസ് ഇൻ ദ പ്രോഡക്റ്റ് ടേസ്റ്റ്, കളർ, അരോമ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂസ്. അതായത് ചില സാധനങ്ങൾ, അതായത് ഈ പാലക്കാട് മട്ട അരിക്ക് മറ്റു നാട്ടിൽ കിട്ടുന്ന അരികളെ അപേക്ഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് ഈ നാട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അതിനൊരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊടുക്കും. ആ ടാഗ് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറയൂർ ചന്ദനം, മറയൂർ തേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 വിശ്വാസ്യത കുറച്ച് കൂടുതലാണ് അല്ലേ? അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് മാത്രമായിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക്, അതായത് അത് ആ ഒരു പ്രത്യേക റീജിയനിലാണ് ഉൽപ്പാദിപ്പിച്ചതെന്ന് കൺസ്യൂമേഴ്സിനെ വിശ്വസിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് GI ടാഗ് എന്ന് പറയുന്നത്. ആ GI ടാഗ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്യും? കൂട്ടും. മാത്രമല്ല നമുക്ക് ആ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായിട്ട് പറ്റും. കൺസ്യൂമേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടും. പാലക്കാട് മട്ടയും മലബാർ പെപ്പറും ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ. ഓക്കെ അല്ലേ? ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് എത്തുന്നു, ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ. അതായത് നമ്മൾ ഇന്ന് കൃഷിയിൽ ഭയങ്കര വ്യത്യാസമുള്ള പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അത് കൃഷി എന്ന് പറഞ്ഞാൽ പാടത്ത് പോയി നെല്ല് നട്ട്, ഗോതമ്പ് നട്ട്, പടവലങ്ങ നട്ട് എന്നുള്ളത് മാത്രമല്ല. ഇന്ന് കൃഷി രീതികളിലും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കണ്ടോ, നമ്മൾ വാഴ സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്നത് വാഴ അല്ലേ, പഴം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് നമുക്ക് ഈ ഹോട്ടലുകളിലൊക്കെ ഊണ് കഴിക്കാനായിട്ട് വാഴയില വേണം. അപ്പോൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലയ്ക്ക് വേണ്ടിയിട്ട് വാഴ നടത്തുന്നുണ്ട്. മീൻസ് പ്രധാന ഉദ്ദേശം വാഴക്കൊലയല്ല, പിന്നെ എന്താണ്? ഇലയാണ്. കാരണം ഇലയ്ക്ക് അതിനേക്കാളും ഡിമാൻഡ്. സോ മാർക്കറ്റിൽ എന്താണ് ആവശ്യം എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൾട്ടിവേറ്റിംഗ് രീതികളിലും മാറ്റം വരുത്തണം. ഇപ്പോൾ ബനാനയ്ക്ക് വേണ്ടി അല്ലാതെ ബനാന ലീഫിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുക. ഓണ സമയമാകുമ്പോൾ നമുക്ക് ഹോർട്ടിക്കൾച്ചറിലൂടെ പൂക്കൾ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പോൾട്രി ഫാമിങ്, മെഡിസിനൽ പ്ലാന്റുകളുടെ കൾട്ടിവേഷൻ, ഇതൊന്നും ഭയങ്കര ഡിമാൻഡുള്ള കാര്യമാണ് അല്ലേ? ആയുർവേദത്തിലുള്ള പല മരുന്നുകൾക്കും ഭയങ്കര വിലയാണ്. കാരണം ഈ സാധനങ്ങൾ ഭയങ്കര ഡിമാൻഡുള്ളതാണ്. അപ്പോൾ ഡിമാൻഡ് നോക്കി സാധനങ്ങൾ ചെയ്യുക. വെറ്റില കൃഷി, ഫ്ലോറിക്കൾച്ചർ അഥവാ പൂക്കളുടെ കൃഷി, ഓക്കെ. ഹോർട്ടിക്കൾച്ചറിനകത്ത് ഞാനത് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഓർണമെന്റൽ ഫിഷുകൾ അക്വാറിയത്തിനകത്ത് ചെന്ന് വാങ്ങുന്നവർക്ക് അറിയാം അതിൻ്റെ വില എത്രയാണെന്ന് അല്ലേ? പട്ടി, നിങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ ഈ പറയുന്ന ഓർണമെന്റൽ ഫിഷ് വളർത്തുന്ന ഒരുത്തനെങ്കിലും കാണും. അതുപോലെ ഈ പട്ടി ബിസിനസ്സും കാര്യങ്ങൾ നടത്തുന്നവരും കാണും. നല്ല രീതിയാണ്, നല്ല രീതിയിൽ കാശുണ്ടാക്കാനും ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി നൂതന ടെക്നോളജികളെ മൊബൈൽ ആപ്പൊക്കെ വരുന്നത് നമുക്ക് കൃഷിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. സോ ഈ ഒരു കൊച്ചു ചാപ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഈ ഒരു ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവസാനിച്ചിരിക്കുകയാണ്. സോ ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.